നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചരക്കു കപ്പൽ അപകടങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കിയത് വൻ നഷ്ടം തന്നെയാണ്. കൊച്ചിയുടെ പുറംകടലിൽ ഉണ്ടായ കപ്പൽ അപകടങ്ങളെ തുടർന്ന് മത്സ്യലഭ്യത കുറഞ്ഞേക്കുമെന്ന് കുഫോസ് പഠന റിപ്പോർട്ട് പുറത്തുവരുന്ന സാഹചര്യത്തിൽ അടിക്കടി ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിലായി തിമിംഗലത്തിന്റെ ജഡം കരക്കടിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസം തിമിംഗലത്തിന്റെ ജഡം കരക്കടിഞ്ഞു. അതിന് തൊട്ടു മുമ്പുള്ള 2 ദിവസങ്ങളിലായി 2 ഡോൾഫിനുകളുടെ ജഡവും കരക്കടിഞ്ഞിരുന്നു. ഈ ജഡം കാണുമ്പോൾ വളരെ ഭയം തോന്നുന്ന കാര്യമെന്ന് പറയുന്നത് ജഡത്തിൽ നീളത്തിൽ രക്തം കട്ട പിടിച്ചിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു, മുറിവുകൾ പറ്റുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതായത് തിമിംഗലമോ ഡോൾഫിനോ ഒക്കെ തന്നെ ഈ വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്ന ഘട്ടത്തിൽ ഈ വെള്ളത്തിനടിയിൽ കടലിനടിയിൽ പതിച്ചിരിക്കുന്ന കണ്ടെയ്നറിൽ തട്ടി ഇവരുടെ തലയിലും ഒക്കെ തന്നെ പ്രധാന ഭാഗത്തും ഒക്കെ തന്നെ ഈ മർദ്ദനം ഉണ്ടാകുകയും ക്ഷതം ഉണ്ടാകുകയും അങ്ങനെ രക്തം കട്ടപിടിക്കുകയും അങ്ങനെയാണ് മരണം സംഭവിച്ചതെന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം കൊല്ലം തീരത്ത് തിമിംഗല ജഡം അടഞ്ഞിരുന്നു. ആ തിമിംഗലം ജഡം കണ്ടാൽ സത്യത്തിൽ പേടിയാകുമെന്നാണ് കണ്ട ദൃക്സാക്ഷികളടക്കമുള്ളവർ പറയുന്നത്. രക്തം ഛർദ്ദിച്ചിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം ആ ജഡം കണ്ട് അവർ പ്രതികരിക്കുന്നുണ്ട്. ആ മത്സ്യത്തൊഴിലാളികളുടെ പ്രതികരണം ഒന്ന് കേൾക്കാം. സാധാരണയായിട്ട് ഇങ്ങനെ സംഭവിക്കാറില്ല. ഇപ്പോൾ സംഭവിക്കാൻ കാരണം ശരിക്കും ഞങ്ങൾ സംശയിക്കുന്നത് നമ്മുടെ കപ്പൽ മുങ്ങിയതും കപ്പൽ കത്തിയതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കണ്ടെയ്നറുകൾ നമ്മുടെ അറബിക്കടലിന്റെ ആഴക്കടലിലും തീരക്കടലിലൊക്കെ കിടക്കുകയാണ്. ഈ ആഴക്കടലിലും തീരക്കടലിലും കിടക്കുന്ന കണ്ടെയ്നറുകളിൽ അതായത് ചെറു മത്സ്യങ്ങൾ ചാകുന്നില്ല. ഇപ്പോൾ വരുന്നതെല്ലാം തിമിംഗലവും ഇതേപോലെ ഡോൾഫിൻ പോലെയുള്ള വലിയ മത്സ്യങ്ങളാണ് ചാകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് സംശയം ഈ താഴെ മുങ്ങിൽ കിടക്കുന്ന കണ്ടെയ്നറുകൾ കടലിൻ്റെ ഓളത്തിനനുസരിച്ചിട്ട് കണ്ടെയ്നറുകൾ മറിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഈ വലിയ ഡോൾഫിനുകളും തിമിംഗലങ്ങളും ഇതിൻ്റെ പരിസരത്തൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് അതിലിൽ തട്ടി ആണ് പരിക്കുകളോടാണ് മരിക്കുന്നത്. കാരണം ഈ കഴിഞ്ഞ ദിവസം ഈ പുന്നപ്രയിൽ 23-ാം തീയതിയിലും ഇന്നലെ 24-ാം തീയതിയിലും അടിഞ്ഞു കയറിയ ഡോൾഫിൻ ശരിക്കും പറഞ്ഞാൽ ബ്ലഡ് ഒമക്റ്റ് ചെയ്യുകയും ബ്ലഡ് കട്ട പിടിച്ച് കിടക്കുന്ന ഞങ്ങൾ കണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കണ്ടെയ്നറുകൾ തട്ടി തന്നെയാണ് ഈ ഡോൾഫിനുകൾ മരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. കാരണം ഞങ്ങൾ ഫോട്ടോ എടുത്ത് വെച്ചിരുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഈ തരത്തിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്ത് മത്സ്യത്തെ ഡോൾഫിൻ്റെ പള്ളയ്ക്ക് ചെന്നിടിച്ചിട്ട് നീളത്തിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്ത് കിടക്കുകയാണ്. ഇന്നലെ അടിഞ്ഞത് മുറിവ് പറ്റിയ രീതിയിൽ. അത് തന്നെ മെനഞ്ഞാന്ന് നേരെ നമ്മുടെ ഈ കിറിക്ക് ഈ ഭാഗത്ത് ആഴത്തിൽ മുറിവോടുകൂടി ബ്ലഡ് കിടപ്പുണ്ടായിരുന്നു. ഇതിലൊക്കെ ഉപരി ഈ മത്സ്യങ്ങൾ ചാകുന്നുണ്ടല്ലോ, മത്സ്യങ്ങൾ ഈ കണ്ടെയ്നറിൽ തട്ടി ചാകുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ 10 ഇരട്ടിയാണ് മത്സ്യത്തൊഴിലാളികൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന നഷ്ടം. ഇത് സ്വാഭാവികമായിട്ടും ഞങ്ങൾ മത്സ്യത്തൊഴിലാളികൾ മനസ്സിലാക്കുന്നത് ഈ ഡോൾഫിനുകളെ പോലെയുള്ള മത്സ്യങ്ങൾ കിഴക്ക് അടിഞ്ഞുകൂടുന്നത് മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു സൂചനയാണ്. കാരണം താഴെ കിടക്കുന്ന കണ്ടെയ്നറുകളെ സൂക്ഷിക്കുക. ഈ കണ്ടെയ്നറുകൾ വലയിൽ കുടുങ്ങിയാൽ നേരത്തെ സംഭവിച്ചതുപോലെ ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങളാണ് മത്സ്യത്തൊഴിലാളികൾ ഞങ്ങൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടെയ്നർ കടലിൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ട് ഭീതിപ്പെടുത്തുന്ന വാർത്ത തന്നെയാണ് വരുന്നത്. പക്ഷേ കടലിൽ മുങ്ങിയ കണ്ടെയ്നർ വഴിയാണോ ഇത്തരം ഈ ഒരു സംഭവം നടക്കുന്നത് എന്ന ഒരു ചോദ്യമുണ്ട്. അല്ലെങ്കിൽ സാധാരണ മൺസൂണിൽ ഇത്തരത്തിൽ ഡോൾഫിനുകളും തിമിംഗലങ്ങളും ചത്തുപൊങ്ങുമോ എന്ന ചോദ്യത്തിന് ഇല്ല, ഇതൊരു സാധാരണ സംഭവമല്ല, അസാധാരണമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് തന്നെയാണ് പലരും പറയുന്നത്. എന്തായാലും കുഫോസ് പഠനം അടക്കമുള്ള വിദഗ്ധരുടെ പഠനം നടത്തേണ്ടതുണ്ട്. തിമിംഗലത്തിന്റെ പോസ്റ്റ്മോർട്ടം നടന്നു. 2 ആഴ്ച കഴിഞ്ഞാൽ മാത്രമേ തിമിംഗലത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടുകയുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് ഇതിന്റെ കാരണമെന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. എന്തായാലും കുഫോസിന്റെ പഠന റിപ്പോർട്ട് പറയുന്നതനുസരിച്ച് മത്സ്യലഭ്യത കുറയാനുള്ള സാധ്യത ഉണ്ടെന്നാണ്. കപ്പൽ അപകടം, കടലിലെ മീനുകളുടെ പ്രജനനം, ലഭ്യത എന്നിവയെ പ്രതികൂലമായി ബാധിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ആലപ്പുഴ പുറംകടലിൽ MSC അൽസാത്രി കപ്പൽ മുങ്ങിയതും സംബന്ധിച്ച മത്സ്യബന്ധനത്തിന്റെ പരിസ്ഥിതിക്കും ഉണ്ടായ ആഘാതം സംബന്ധിച്ച് കേരള ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാല തയ്യാറാക്കിയ പ്രാഥമിക പഠന റിപ്പോർട്ടിൽ കടൽ മീൻ കഴിക്കുന്നതിൽ കുഴപ്പമില്ല എന്നാണ് വിശദീകരിക്കുന്നത് എന്നാണ് സൂചന. സാമ്പിൾ പരിശോധനകളിലെ കണ്ടെത്തൽ മുഖവിലയ്ക്ക് എടുത്താണ് ഇത്. സമുദ്ര പരിസ്ഥിതിയിൽ ഇതിന്റെ ദീർഘകാല ആഘാതം അറിയാൻ വിശദമായ പഠനം നടത്തണമെന്നും പ്രശ്നബാധിത മേഖലകളിൽ കുറഞ്ഞത് 6 മാസമെങ്കിലും തുടർച്ചയായ നിരീക്ഷണം വേണമെന്നുമുള്ള ശുപാർശയും റിപ്പോർട്ടിനൊപ്പമുണ്ട്. മീനുകളുടെ ലഭ്യതയിൽ വരുന്ന കുറവ് കേരളത്തിന്റെ തീരത്തിന് വലിയ ആഘാതമായിരിക്കും ഉണ്ടാകുക. അതിനിടെ മുങ്ങിത്താണ MSC അൽസാത്രി കപ്പലിലെ ഇന്ധനം നീക്കാൻ പുതിയ കമ്പനി സ്മിത്ത് സാൽവേജ് കർമ്മ പദ്ധതി തയ്യാറാക്കി വരും. ഇപ്പോഴും ആശങ്ക തുടരുകയാണ്. കപ്പൽ ഉടമകളായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയോട് ഇന്ധന നീക്കത്തിനും കപ്പൽ ഉയർത്താനുമുള്ള കർമ്മ പദ്ധതി അടിയന്തരമായി സമർപ്പിക്കാൻ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. പുതിയ കർമ്മ പദ്ധതി സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടും മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി ഇതുവരെ നൽകിയിട്ടില്ലെന്ന് DG ഷിപ്പിംഗ് അറിയിച്ചിട്ടുമുണ്ട്. കർമ്മ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ധന നീക്കൽ വൈകാതെ ആരംഭിക്കുമെന്നാണ് സൂചന.